നമസ്കാരം. മുതിർന്ന മാധ്യമപ്രവർത്തകൻ എൻ മാധവൻകുട്ടിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലെ വിവാദപരമായ വിദ്വേഷ വീഡിയോ നീക്കം ചെയ്ത് അക്കൗണ്ട് പുനഃസ്ഥാപിക്കാൻ കേരള ഹൈക്കോടതി ഉത്തരവിട്ടു. ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ കാർ ബോംബ് സ്ഫോടനം ബീഹാർ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ മോദി സർക്കാർ ആസൂത്രണം ചെയ്തതാണെന്ന കടുത്ത ആരോപണമുന്നയിച്ച വീഡിയോയ്ക്കെതിരെയാണ് ഈ നടപടി. ഈ വീഡിയോയ്ക്കെതിരെ കൊച്ചിയിലെ മാധ്യമപ്രവർത്തകൻ മാർട്ടിൻ മേനാച്ചേരി ഉൾപ്പെടെ നിരവധി പേർ പോലീസിൽ പരാതി നൽകിയിരുന്നു. പരാതികൾ പരിശോധിച്ച പോലീസിന്റെ നിർദ്ദേശാനുസരണം മാധവൻകുട്ടിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് പൂർണ്ണമായി ബ്ലോക്ക് ചെയ്യാൻ മെറ്റ നടപടിയെടുക്കുകയായിരുന്നു. തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് തടഞ്ഞുവച്ചതിനെതിരെ എൻ മാധവൻകുട്ടി സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഈ നിർണായക ഉത്തരവ്. എന്നാൽ ചില പോസ്റ്റുകളുടെ മാത്രം പേരിൽ ഒരു വ്യക്തിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് പൂർണ്ണമായി ബ്ലോക്ക് ചെയ്യുന്നത് അധികൃതരുടെ അധികാരപരിധി ലംഘിക്കലാണെന്ന് ഹർജി പരിഗണിച്ച ജസ്റ്റിസ് സിയാദ് റഹ്മാൻ എ നിരീക്ഷിച്ചു. രാജ്യസുരക്ഷയെയോ പൊതുജന താൽപര്യത്തെയോ ബാധിക്കുന്ന ഏതെങ്കിലും വിദ്വേഷ ഉള്ളടക്കമുണ്ടെങ്കിൽ അതുമാത്രം നീക്കം ചെയ്യാൻ അധികാരികൾക്ക് അധികാരമുണ്ടെന്ന് വ്യക്തമാക്കിയ കോടതി അക്കൗണ്ട് മുഴുവനായി തടഞ്ഞത് ശരിയായ നടപടിയല്ലെന്ന് വിലയിരുത്തി ഇടക്കാല ആശ്വാസം എന്ന നിലയിൽ അക്കൗണ്ട് വീണ്ടും പ്രവർത്തിപ്പിക്കാൻ അനുമതി നൽകുകയായിരുന്നു. അതേസമയം രാജ്യസുരക്ഷയെയും പൊതുതാൽപര്യത്തെയും ബാധിക്കുന്ന വിധത്തിലുള്ള വിവാദപരമായ വിദ്വേഷ വീഡിയോ പോസ്റ്റുകൾ അക്കൗണ്ടിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും കോടതി വ്യക്തമായി നിർദ്ദേശിച്ചു. ഇതിനായി വിവാദ വീഡിയോയുടെ ലിങ്കും വിശദാംശങ്ങളും ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ മെറ്റ അധികൃതർക്ക് കൈമാറേണ്ടതുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അക്കൗണ്ടിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്താതെ തന്നെ ഇത്തരം വിദ്വേഷ ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യാനും ലഭ്യമാകാതാക്കാനും മെറ്റയ്ക്ക് സാധിക്കും. ഔദ്യോഗിക അന്വേഷണം ഇങ്ങനെ: ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന സ്ഫോടനം ഭീകരാക്രമണ കോണിലാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും പോലീസും അന്വേഷിച്ചത്. തെരഞ്ഞെടുപ്പ് ലാഭത്തിനായി സർക്കാർ ആസൂത്രണം ചെയ്തതാണെന്ന വാദങ്ങൾക്ക് യാതൊരുവിധ ഔദ്യോഗിക തെളിവുകളോ അന്വേഷണ റിപ്പോർട്ടുകളോ ലഭ്യമല്ല. രാഷ്ട്രീയ ആരോപണങ്ങളും പ്രൊപ്പഗാൻഡയും തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ നടക്കുന്ന സുരക്ഷാ വീഴ്ചകളെ മുൻനിർത്തി പ്രതിപക്ഷ പാർട്ടികളും വിവിധ രാഷ്ട്രീയ നിരീക്ഷകരും സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട്. അതുപോലെ സോഷ്യൽ മീഡിയകളിൽ ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന തരത്തിലുള്ള സന്ദേശങ്ങളും പ്രചരിക്കാറുണ്ട്. രാജ്യസുരക്ഷയെയും ജനങ്ങളുടെ ജീവനെയും ബാധിക്കുന്ന ഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ചയായാണ് സുരക്ഷാ ഏജൻസികളും അന്വേഷണ സംഘങ്ങളും ഈ സംഭവത്തെ കണ്ടത്. തെളിവുകളുടെയോ അന്വേഷണ കണ്ടെത്തലുകളുടെയോ പിന്തുണയില്ലാത്ത ആരോപണങ്ങൾ സോഷ്യൽ മീഡിയ ഗൂഢാലോചന വാദങ്ങളുടെ ഭാഗമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. എന്തായാലും വിവാദപരമായ വിദ്വേഷ വീഡിയോ നീക്കം ചെയ്ത അക്കൗണ്ട് പുനഃസ്ഥാപിക്കാനാണ് കേരള ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്.